കേരള ടയർ ഡിസോർഡർ അസോസിയേഷൻ സംഘാടനം. അതെ, KP സക്കീർ, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ആണ് സ്വദേശം. ഞങ്ങൾ പഞ്ചർ വർക്കും അതുപോലെ വീൽ അലൈൻമെൻറ്റും ഒക്കെ ചെയ്യുന്ന അതിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും സാറിന് ഞങ്ങൾ പറയാനുള്ള കാര്യം ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. അപ്പോൾ KSEBിൻ്റെ കെടുകാര്യസ്ഥതയും മറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം KSRTC പണ്ട് കൈ കാണിക്കാതെ ആളുകളെ കയറ്റാതെ ഓടിയ KSRTC ഇപ്പം പെൻഷന് വേണ്ടി കൈ നിൽക്കുമ്പോൾ അതേ രീതിയിലേക്കാണ് KSEB പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ KSEBിയിൽ ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അവയർനെസ് അതാണ്. അപ്പോൾ സാറ് പറഞ്ഞു പൊതുജനങ്ങളെ ട്രെയിനിങ് കൊടുക്കണം, ഇതിനെപ്പറ്റി ബോധവാന്മാരാക്കണം. പൊതുജനങ്ങളെല്ലാം ബോധവാന്മാരാക്കുന്നത് ശരിക്ക് KSEBിയിലെ ജീവനക്കാർക്ക് ശരിക്കും ട്രെയിനിങ് കൊടുക്കണം. അതാണ് പറഞ്ഞത്. ഞങ്ങൾ പറയുന്നതാണ് KSEB മര്യാദ ഏത് സ്ഥാപനത്തിലും ഒരു വർഷത്തിൽ ട്രെയിനിങ് ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ അതിന്റെ ക്വാളിറ്റി ഉയർത്താൻ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് KSEBിയിൽ ഒരു ട്രെയിനിങ്ങും ഇത്തരത്തിലില്ല. ട്രെയിനിങ് ഉണ്ടാവും, യൂണിയനുകളുടെ അഭിപ്രായമാണ് നടക്കുന്നത്. ഏത് സംഘടനയായാലും യൂണിയൻ തീരുമാനിച്ചാൽ നമ്മൾ കണ്ടതാ. കേരളത്തിൽ വൈദ്യുതവാനിൽ നടന്ന സമരമൊക്കെ നമ്മൾ കണ്ടതാ. യൂണിയനുകളാണ് അവിടെ അടക്കി വാങ്ങുന്നത്. അത് ഏത് യൂണിയനായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ യൂണിയനായാലും. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോ സാറ് പറഞ്ഞു സോളാറിന്റെ കാര്യം പറഞ്ഞു. സോളാർ പകലുള്ളതുകൊണ്ട് പകലത്തെ ചാർജ് കുറക്കണം. ഞങ്ങൾക്കറിയാം അത് KSEB തന്ന മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. KSEB തങ്ങൾക്ക് തന്ന മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ സോളാറിൽ നിന്നും കേരളത്തിൽ ധാരാളം വൈദ്യുതി പകൽ സമയത്ത് ഉത്പാദിക്കപ്പെടുന്നു. യൂണിറ്റിന് ചെറിയ പൈസ മാത്രമാണ് ഉത്പാദകർക്ക് നൽകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 2.75. ഞാൻ സോളാർ വെച്ചിട്ടുണ്ട്. 2.75 ആദ്യം നൽകിയിരുന്നത്. ഇപ്പൊ ഒരു 3 സംതിങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണം കേരളത്തിലെ ഞങ്ങളെപ്പോലുള്ള ചെറുകിട സംരംഭകർക്കും ഗാർഹിക ഉപഭോക്താക്കൾക്കും കൈമാറണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒന്ന് സാറ് പകൽ സമയത്ത് ഇപ്പോൾ ഈടാക്കുന്ന നിരക്കിൽ നിന്നും 10% കുറവ് വരുത്താൻ KSEB പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തന്ന പെറ്റീഷനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് അത് പോരാ, അത് 50% ആക്കി മാറ്റണം പകൽ സമയത്തെ കാര്യം. കാരണം ഈ സോളാർ നിരുത്സാഹപ്പെടുത്തിയ KSEB സാറിനറിയോ, കാരണം ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി കുറവാണ്. അതുകൊണ്ട് ഒരു ട്രാൻസ്ഫോമറിന്റെ കീഴിൽ എത്ര എണ്ണം സാങ്കേതികമാണ് വേണമെന്ന് ഒരു റൂളുണ്ട്. ഇവരിപ്പോ നിരുത്സാഹപ്പെടുത്ത നമ്മൾ സോളാർ വെക്കണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല. എന്തുകൊണ്ട് ഇങ്ങനെ പാരമ്പര്യ ഈ മേഖലയിലുള്ള കേരളത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഈ മേഖലയിലുള്ള വൈദ്യുത ഉത്പാദനം കൂട്ടാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തില്ല. ഇപ്പൊ ജലവൈദ്യുത പദ്ധതികൾ നമ്മൾ ഏറ്റവും കുറച്ച് പൈസ കൊടുക്കുന്ന കറണ്ട് കൊടുക്കാൻ ലോകത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കുറവ് വൈദ്യുതി ബില്ലുണ്ടായിരുന്ന സംസ്ഥാനം കേരളമാണ്. കാരണം കുറെ വർഷങ്ങൾ ചാർജ് വർദ്ധിപ്പിക്കാൻ വന്നിരുന്നു. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് ഈടാക്കുന്ന സംസ്ഥാനം കേരളമാണ്. കാരണം ഇവിടുന്ന് വ്യവസായികൾ പോവുക. നമ്മൾ വ്യവസായികളെ ക്ഷണിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. ഞാനൊരു വ്യവസായി ആയതുകൊണ്ടാണ് പറഞ്ഞത്. വ്യവസായികളെ ക്ഷണിച്ചുകൊണ്ട് പല രാജ്യങ്ങളിലും പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ വ്യവസായം തുടങ്ങാൻ ആരും തയ്യാറാവില്ല. കാരണം ഞാൻ എൻ്റെ അനുഭവം പറയത്തില്ല. ചെറുകിട വ്യവസായികളുടെ വൈദ്യുതി ചാർജ് എല്ലാ വർഷവും 15 പൈസ കുത്തി ചോദിക്കുന്നു. ഞങ്ങൾക്ക് കുഴപ്പമില്ല. യൂണിറ്റിന് 5.55 ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 5.55 ചെറുകിട LT4ന്റെ ചാർജ്. പക്ഷേ ഞങ്ങൾ അടക്കുന്നത് 10 രൂപന്റെ മുകളിലാണ്. കാരണം എന്താ പറയുക, ഒഴിഞ്ഞു കിടക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചപ്പോൾ രാജേഷ് സാർ ഞാൻ സാറിനോട് പറഞ്ഞതാ, അതില് ഒളിഞ്ഞു കിടക്കുന്നത് ഒന്നും ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല. ഫിക്സഡ് ചാർജ് ഉണ്ട്. ഞാൻ 24,000 രൂപ ഫിക്സഡ് ചാർജ് അടക്കുന്നുണ്ട്. മീറ്റർ റെന്റ് അടക്കുന്നുണ്ട്. അതിന് ഡ്യൂട്ടി അടക്കുന്നുണ്ട്. പിന്നെ ഒരു ഓട്ടോമാറ്റിക് ഇതെന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, റീഫില്ലിംഗ് ഓട്ടോമാറ്റിക് ചാർജ്. ഇങ്ങനെ ആ ബില്ല് കണ്ടിട്ടാണെങ്കിൽ ശരിക്കും സാമാന്യം ഏത് പൊട്ടലും. ഞാൻ ഇവിടെ പറഞ്ഞു, നമ്മളൊരു കടയിൽ പോയിട്ട് 10 പീസ് എടുക്കുകയാണെങ്കിൽ 1 ഫീ തരും. ഇവിടെ KSEBിക്ക് കൂടുതൽ കറണ്ട് ഉപയോഗിക്കുമ്പോൾ സ്ലാബ് കൂടി കൂടി പോവുക. എവിടെ ഉള്ളത്? ഏതെങ്കിലും ആളുകൾ ചെയ്യോ? ആരുമില്ല. പിന്നെ ഇവിടെ ഉള്ള ഒരു കാര്യം ഫിക്സഡ് ചാർജ്. ഈ ഫിക്സഡ് ചാർജ് വലിയൊരു ദുരൂഹതയുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞാനത് പരാതിയായിട്ട് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെറുകിട വ്യവസായികളുടെ വൈദ്യുത ചാർജ് എല്ലാ വർഷവും 15 പൈസ കുത്തി ചോദിക്കുന്നു KSEB. 15 പൈസ. ഞങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ
ഈ കുറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നത്. അതേസമയം വൻകിട വ്യവസായികളുടെ വൈദ്യുത ചാർജ് 10 പൈസ മാത്രം വർധനവാണ് KSEB ആവശ്യപ്പെട്ടിട്ടുള്ളത്. സാറിന് തന്ന പെറ്റീഷനിൽ വൻകിട വ്യവസായികൾക്ക് 10 പൈസ മാത്രം, ഞങ്ങൾ ചെറുകിടക്കാർക്ക് 15 പൈസ. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളൊക്കെ നിലനിൽപ്പില്ല. കാരണം ഈ കോവിഡ് ടൈമിൽ അടച്ചിട്ടിട്ട് ഫിക്സഡ് ചാർജ് 24,000 2 കൊല്ലം അടച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. ഒരു കൊല്ലത്തിൽ അടച്ചാൽ എത്രയായി? 5 ലക്ഷം റുപ്യ മിനിമം ചാർജ് ഞങ്ങൾ അടച്ചിട്ടുണ്ട്. 10 ലക്ഷത്തിനടുത്ത് മുടക്കിയിട്ടാണ് ഞാൻ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു 2 വർഷമായി. ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ട് 10 ലക്ഷം രൂപ ചെലവായി. അതിനൊക്കെ നമ്മൾ റെന്റ് കൊടുക്കുക. ആ വെച്ച മീറ്ററിന്റെ പൈസ ഞാൻ അടച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് വന്ന 40,000 രൂപ അഡീഷണൽ ഡെപ്പോസിറ്റ് കൂടി വാങ്ങി. 10 ലക്ഷം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് KSEBക്ക് മുടക്കി കൊടുത്ത് അതിന്റെ ഇൻകം KSEB എടുത്തിട്ടാണ് ഞങ്ങളോട് പിന്നെ ഡെപ്പോസിറ്റ് വാങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ ഇത്തരം കാണാത്ത ചെലവുകൾ ഞങ്ങൾ പറയുന്നതാണ്. ഇവിടെ അവതരിപ്പിച്ചപ്പോൾ KSEB അത് അവതരിപ്പിച്ചിട്ടില്ല. കാരണം പൊതുജനത്തിന് കഴുതകളാക്കുന്ന സമീപനം. ഞങ്ങളൊന്നും ആ കാലൊക്കെ പോയി മനസ്സിലാക്കണം. ഇവിടെ വിവരമുള്ള ആളുകളായതുകൊണ്ടാണ്, കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ വന്ന് ഈ ആളുകളൊക്കെ ഇതിന്റെ മുന്നിൽ ഇരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ചെറുകിട വ്യവസായികളെ സഹായിക്കുന്ന സമീപനമാണ്. ഇതിന്റെ ദുരൂഹത അന്വേഷിക്കണം. എങ്ങനെ വൻകിട വ്യവസായികൾക്ക് ഈ പൈസ കുറച്ച് KSEB ഈടാക്കാൻ തന്നു, ദുരൂഹത ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കണം. ചെറുകിട വ്യവസായികളുടെ വൈദ്യുത ഫിക്സഡ് ചാർജ് എല്ലാ വർഷവും KVAക്ക് 20 രൂപ വെച്ച് കൂടുതൽ ആവശ്യപ്പെടുന്നു. ഞങ്ങളോട് 20 രൂപയാണ് ആവശ്യപ്പെടുന്നത്. അതേസമയം വൻകിട വ്യവസായികളുടെ ഫിക്സഡ് ചാർജ് ഒരു KVAക്ക് 10 രൂപ മാത്രം കൂട്ടുന്നതായി കാണുന്നു. KSEBയോടെ ചോദിക്കുന്നത് 10 രൂപയാണ്. വലിയ വ്യവസായികളോട്, അതായത് കൊച്ചിയിലൊക്കെ ഉള്ള വലിയ വ്യവസായികളോട് 10 രൂപ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവർ ആവശ്യപ്പെട്ടത് 20 രൂപ. ഞങ്ങൾ ചെറുകിട വ്യവസായികൾക്ക് ഇത് ന്യായമല്ല, ഇത് ഒഴിവാക്കി തരണം. ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും എല്ലാ സംരംഭങ്ങളും കച്ചവടക്കാരും ഒക്കെ അറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ലോ വോൾട്ടേജ് സപ്ലൈ ചാർജ് ഉണ്ട്. മൊത്തം ഉപഭോഗത്തിന് വാങ്ങുന്നതായി കാണുന്നു. മൊത്തം ഉപഭോഗത്തിന് ലോ വോൾട്ടേജ്. കാരണം വോൾട്ടേജ് ഇല്ല, നമുക്ക് തരേണ്ട ഒരു മിനിമം വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജ് KSEB സപ്ലൈ ചെയ്യുന്നില്ല. ഞങ്ങളൊക്കെ മെഷീനറി കുറെ കത്തിപ്പോകുന്നുണ്ട്. ഞങ്ങളൊക്കെ ടയർ ഫുള്ള് ഇപ്പോ റീസോൾവ് ചെയ്യുന്ന കമ്പനികളാണ്. കാരണം ഈ സാധാരണ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാർക്കൊക്കെ ഇത് പുതിയ ടയർ വാങ്ങുക, ബസ്സുകാർക്കൊക്കെ വാങ്ങുക എന്ന് പറയുമ്പോൾ അത് കഴിയില്ല. അപ്പൊ അതിന് ലാഭകരാക്കാൻ വേണ്ടിയിട്ട് റീസോൾവ് ഇല്ല. ഒരു പുതിയ ടയറിന്റെ വെറും 20% മാത്രം റീസോൾവ് ചെയ്യുമ്പോൾ ചാർജ് വരിക. പക്ഷെ ഇതിന് ഉള്ളൊരു പ്രശ്നം വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ മെഷീനറികളൊക്കെ കംപ്ലൈന്റ് ആവുക. 350 വരെ വോൾട്ടേജ് ആണ് ഞാൻ കിട്ടുന്നത്. സാറിന് ചോദിച്ചാൽ അറിയാം എത്ര ശരിക്ക് വോൾട്ടേജ് തരേണ്ടത് എന്ന് KSEBക്ക് അറിയാം. അപ്പൊ ഇത് പരിഹരിക്കണം. അപ്പൊ ഈ ലോ വോൾട്ടേജ് ചാർജ് ഉപഭോഗത്തിന്, അതായത് 100 KVAക്ക് മുകളിൽ ഉപഭോഗം വന്നാൽ 0 തൊട്ട് മൊത്തം ഉപഭോഗത്തിന് പൈസ വാങ്ങേണ്ടി വരും. മൊത്തം ഉപഭോഗത്തിന് 100 തൊട്ട്. അത് ശരിയല്ല. ബഹുമാനപ്പെട്ട കമ്മീഷൻ 100 KVAക്ക് മുകളിൽ വരുന്ന ഉപഭോഗത്തിന് മാത്രമേ ലോ വോൾട്ടേജ് ചാർജ് വാങ്ങാവൂ എന്നാണ് ഞങ്ങളുടെ അപേക്ഷ. പിന്നെ വേറൊരു കാര്യം, കേരളത്തിൽ വലിയൊരു അബദ്ധം ഇപ്പൊ KSEBന്റെ ഈ പെറ്റീഷനിലുണ്ട്. ഇവിടെയുള്ള വ്യവസായങ്ങൾ, പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ ആരും തയ്യാറാവില്ല. കാരണം സപ്ലൈ 5th അമെന്റ്മെന്റ് കോഡ് 2024 പ്രകാരം 50 HP മുകളിൽ മോട്ടോറുകൾ ലോ ടെൻഷൻ ഘടിപ്പിക്കാൻ പാടില്ല എന്നൊരു ഇത് കൂടി KSEB തന്നിട്ടുണ്ട് ഇതില്. അതുപോലെ തന്നെ ലോ ടെൻഷൻ 200 kV മെഷീനറി മാത്രമേ ഘടിപ്പിക്കാൻ പാടുള്ളൂ. ഈ 2 തീരുമാനവും CAFയുടെയും CEIGയുടെയും പരിധിയിൽ വരുന്നതാണ്. ഇതുവരെ ഇങ്ങനെ നിയന്ത്രണങ്ങൾ ഇല്ലായിരുന്നു. KVA ഡിമാൻഡ് അനുസരിച്ച് വൈദ്യുതി ഉപയോഗിക്കുന്ന ചെറുകിട വ്യവസായികൾക്ക് ഇത്തരം നിയന്ത്രണങ്ങൾ താങ്ങാൻ കഴിയില്ല. കാരണം ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ അടച്ചുപൂട്ടൽ ഭീഷണിയില്ല സാർ. കേരളത്തിലെ കച്ചവടങ്ങള് താങ്കളൊന്ന് നോക്കുക. റോഡിൽ ഇന്ന് കാണുന്നത് നാളെ കാണൂല. എത്രയോ ചെറുകിട സംരംഭങ്ങൾ കൂട്ടിപ്പോവുക. 18 രൂപ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ എടുത്ത് ഈടാക്കുന്ന പാവപ്പെട്ട ചെറുകിട കച്ചവടക്കാർക്ക് ഈടാക്കുന്ന പണം വെച്ചിട്ടാണ് നിങ്ങൾ ഈ BPL-കാർക്ക് 19,000 കൊടുത്തു എന്ന് പറഞ്ഞ് മേനി നടത്തുന്നത്. കേരളത്തിൽ എത്ര ലക്ഷം BPL-കാരുണ്ട്? എത്രയോ ലക്ഷം BPL-കാരുണ്ട്? ആകെ 19,000. ഇത് ഞങ്ങളെടുത്ത് നിന്ന് വാങ്ങിയ പൈസ BPL-കാർക്ക് കൊടുക്കണം. പക്ഷെ ഞങ്ങളെടുത്ത് നിന്ന് വാങ്ങിയ പൈസ വെച്ച് ക്രോസ് സബ്സിഡി കൊടുക്കുകയാണ്, അല്ലെ? ക്രോസ് സബ്സിഡി സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്രോസ് സബ്സിഡി പറ്റില്ല പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞതനുസരിച്ച് ശരിക്കും ഞങ്ങളെ പൈസ ഈടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അത് ന്യായമല്ല. സർക്കാർ കൊടുക്കണം. ഈ 5 ലക്ഷം ആളുകൾക്കും BPL വിഭാഗത്തിൽപ്പെട്ട 5 ലക്ഷം ആളുകൾക്കും സർക്കാർ കൊടുക്കണം.
ഈ വൈദ്യുതി ചാർജ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കൊടുത്തിട്ട് സർക്കാരാവണം. അതാണ് ഞങ്ങൾക്ക് വേണ്ട സോളാർ. സാറിന് അറിയാം സോളാറിൽ ഈ പ്രാവശ്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. സോളാറിൽ ഉണ്ടായ വിവാദം ഒരു പ്രിയപ്പെട്ട IPS ഓഫീസർ റിട്ടയർഡ് ചെയ്ത മേഡടക്കം അത് പറഞ്ഞു. ഞാനും ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് 3.75 അങ്ങനെ എന്തോ ആണ് തരുന്നത്. 3.25 ആണ് സോളാറിന് തരുന്നത്. അത് തരുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന അധികം പോയ കറണ്ടിന് 10 രൂപ വെച്ചാണ് KSEB ഈടാക്കിയിട്ടുള്ളത്. ആരാ സോളാർക്ക് വരിക? ഏത് സംരംഭം വരാ? ഇനി സബ്സിഡി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൊടുക്കുക. പക്ഷേ ഇവിടെ സബ്സിഡി തരക്കാതെ ആർക്കാ അറിയാം? ഞങ്ങളെ ചെറുകിട വ്യവസായികൾക്കാണ്. KSEBിന്റെ ഫുള്ള് പ്രശ്നങ്ങളും തീരും. ഞങ്ങൾക്ക് സബ്സിഡി തന്ന് ലോൺ തന്ന് ഈ ചെറുകിട വ്യവസായികൾക്ക് സോളാർ വെക്കാനുള്ള സൗകര്യം ചെയ്തു തന്നാല് ഈ കേരളത്തിലെ വിദ്യുത് ശക്തിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. കാരണം പവറിന്റെ പ്രശ്നം തീരും. ഇതാണ് പറയാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ദയവായിട്ട് ഈ കാണാ ചാർജുകൾ ഇവിടെ KSEB അവതരിപ്പിച്ചിട്ടില്ല. അത് തന്നെ തെറ്റാണ്. കാണാ ചാർജുകൾ ഒഴിവാക്കി തന്നാൽ മാത്രം മതി. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും എന്ന് മാത്രമാണ് പറയാനുള്ളത്. കൂടുതൽ